തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നടന്ന സദാചാര ഗുണ്ടായിസത്തിൻ്റെ വാർത്ത നിങ്ങളേവരും കണ്ടിരിക്കും. അതിനകത്ത് ശരിക്ക് എന്താണ് നടന്നത്? ആരാണ് ഇരകൾ? ആരാണ് അതിജീവിതകളായി ജീവിക്കേണ്ടി വരുന്നത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. നാട്ടുകാരിൽ പലരും ഈ അനന്തുവിൻ്റെയും ആൻസിയുടെയും വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരുപാട് തെറിയൊക്കെ വിളിക്കുന്നുണ്ട്, അവരെ അധിക്ഷേപിക്കുന്നുണ്ട്. എന്തിനാണ് ഇതെന്ന് ചോദിച്ചാൽ അവരൊക്കെ സദാചാരവാദികളാണ്. ഇവർ തമ്മിൽ സംസാരിച്ചതും ഇവർ തമ്മിൽ കാണുന്നതും മിണ്ടിയതുമൊക്കെ അവരുടെ കണ്ണിൽ അവിഹിതമാണ്. അങ്ങനെ കാണാൻ മാത്രമേ അവർക്ക് കെൽപ്പുള്ളൂ. അവർ എന്താണ് ചെയ്തത്? സോഷ്യൽ മീഡിയകളിലൂടെ ഇവരെ നിരന്തരം ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു. ഇവർ വിവാഹിതരാകാൻ പോകുന്നുവെന്ന് കാർഡ് വരെ പ്രസിദ്ധപ്പെടുത്തി. ആര് ചോദിക്കാൻ? സ്വാഭാവികമായും ഗുണ്ടായിസവും ഗുണ്ടാപ്പണിയും ഒന്നും അറിയാത്ത അനന്തുവും ആൻസിയും ഒന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇരുന്നത്. അവർ എന്തു വേണോ പറയട്ടെ എന്ന് തന്നെ കരുതി. എന്നാൽ അത് ആൻസിയുടെ ഉപജീവന മാർഗത്തെ പൂർണ്ണമായും തകർക്കുന്നത് പോലെ, ആൻസിയുടെ കുടുംബത്തെ പൂർണ്ണമായും തകർക്കുന്നത് പോലെ വന്നപ്പോഴാണ് അവർ ഇതിലെ ചതിക്കുഴികൾ മനസ്സിലാക്കുന്നത്. ആൻസിക്ക് ഒരു ഫാൻസി സ്റ്റോർ കട ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ, ആ പ്രദേശത്തെങ്ങും കടമുറികൾ ആരും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അത്രമാത്രം അവരെ അധിക്ഷേപിക്കുകയും അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തവരാണ് ഈ പ്രിയപ്പെട്ട സദാചാരവാദികളായ നാട്ടുകാർ. അവരാണ് ഈ യുവതിക്കും യുവാവിനും നേരെ പടവാളോങ്ങി നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നത്. ഇവരുടെ ഫേസ്ബുക്ക് വീഡിയോയ്ക്ക് താഴെയും ഇവരെ സംബന്ധിച്ച് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളുടെ പേജിലുമൊക്കെ കയറി തെറി അഭിഷേകമാണ് അവർ നടത്തുന്നത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അനന്തുവിനോടും ആൻസിയോടുമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇങ്ങനെ തെറി അഭിഷേകവുമൊക്കെ നാടുനീളെ നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ കണ്ടാൽ ഫേക്ക് ഐഡിയിൽ നിന്ന് തെറി കയറി വിളിക്കുന്ന ശീലക്കാർ വരെയുണ്ട്. അതുകൊണ്ട് ഈ നെഗറ്റീവ് നറേഷൻസ് ഒന്നും നിങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം കാര്യമാണ്. അതുകൊണ്ട് ഈ വിമർശനം ഉന്നയിക്കുന്നവർ, പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവർ, അധിക്ഷേപിക്കുന്നവർ, ബന്ധുക്കളെ തെറി പറയുന്നവർ, അങ്ങനെ ഒരു പറ്റം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. അവിടെ നിങ്ങൾ ജീവിച്ച് വിജയിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ഇത് അഡ്വാൻസായി പറഞ്ഞുവെന്ന് മാത്രം. എന്നാൽ ഇതിനു പിന്നിൽ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് ഞാൻ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്ര വഷളായത്? അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സൗഹൃദം ഇത്രമാത്രം വഷളാക്കിയതിന് പിന്നിൽ ആരൊക്കെ? അതിന് പേരെടുത്തു പറയാൻ ഒരുപാട് ആളുകളുണ്ട്. അശോകനും ജെയിംസും ഇവരെ തെറി വിളിച്ചു, തടഞ്ഞു വെച്ചു എന്നത് വാസ്തവമാണ്. അവരുടെ ദൃശ്യങ്ങളും വാഗ്വാദങ്ങളുമൊക്കെ പ്രചരിക്കുകയും ചെയ്തു, വൈറലാവുകയും ചെയ്തു. അന്നെന്താണ് സംഭവിച്ചത്? അനന്തു കാറ് പാർക്ക് ചെയ്തു. ആ കാറ് എടുത്തു കൊണ്ടുപോകാൻ ഈ ആളുകൾ അനുവദിച്ചില്ല. ആ കാറിനകത്ത് 75,000 രൂപയുണ്ടായിരുന്നു. അതൊരു കടയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് അവരിൽ നിന്ന് തിരികെ കിട്ടിയ കാശ് ആയിരുന്നു ആ കാശ്, 75,000 രൂപ. ആ കാശ് ഇപ്പോൾ കാണാനില്ല. കാറിനകത്ത് കാറിൻ്റെ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നു. ഒരു കീ അനന്തുവിൻ്റെ കയ്യിലുണ്ട്, ഒരു താക്കോൽ ആ കാറിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ താക്കോലും കാണാനില്ല. ഈ തുക എടുത്തു കൊണ്ടുപോയവർ ആ തുക തിരികെ കൊടുക്കണ്ടേ? അതല്ലേ ഒരു മാന്യത? നിങ്ങൾ അയാളെ അടിച്ചു, അയാളെ തെറി പറഞ്ഞു, അയാളുടെ ജീവിതം കുത്തിച്ചോറാക്കാൻ നോക്കി, അയാൾ ആത്മഹത്യയുടെ പടിവാതിൽ കൊണ്ട് തള്ളിയിട്ടു. ആൻസിയെയും അങ്ങനെ തന്നെ ആക്കി. എന്തിനാണ് അവരുടെ കാശ് നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത്? അത് കൊടുക്കേണ്ടതല്ലേ? അത് കൊടുക്കണം. അതിനും വലിയ നറേഷനൊക്കെ ഉണ്ട്. ഈ പൈസ എവിടെ നിന്ന് കിട്ടി, എന്തിന് കിട്ടി, ആരിത് കൊണ്ടുവച്ചു, കള്ളം പറയുകയാണ് എന്നൊക്കെ ആളുകൾ കമൻ്റ് ഇടുന്നതൊക്കെ കണ്ടു. അങ്ങനെ കമൻ്റ് ഇട്ട് അവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശെടുത്ത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുട്ടടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലിനിടയിൽ കുടുങ്ങും എന്നതിന് തർക്കമൊന്നുമില്ല. ആ പൈസ അങ്ങ് തിരികെ കൊടുക്കുക. തിരികെ കൊടുത്തിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരേ നാട്ടിൽ താമസിക്കേണ്ടവരാണ് ഇനിയും. എന്തിനാണ് ഈ അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നത്? ആ സംഭവം കഴിഞ്ഞുപോയി, ഇനി അവരെ ജീവിക്കാൻ അനുവദിക്കുക. ഇതിനിടയിൽ അനന്തുവിൻ്റെ വീട്ടിൽ ചില സംഭവങ്ങളുണ്ടായി. അത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നു? ഞാൻ അനന്തുവിൻ്റെ സഹോദരി അവിടെ പ്രമുഖയായ ഒരു വാർഡ് അംഗത്തെ വിളിച്ച് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. വെറും 41 സെക്കൻഡേ ഉള്ളൂ, മുഴുവൻ കേൾക്കണം. ആ പെൺകുട്ടി കരയുകയാണ്. പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിലാണ്. സഹോദരനെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കും, അപ്പോൾ മാമി അങ്ങനെ ഒന്നും ചെയ്യല്ലേ, അവൻ പാവമാണ് എന്ന് കരയുകയാണ് ആ പെൺകുട്ടി. ആ ശബ്ദം കേൾക്കൂ. മാമി, ഞാൻ ഗൗരിയാണ്. മാമി, ഇത് ഒന്നാമത് അച്ഛന് വയ്യാത്തതാണ്. എൻ്റെ അവസ്ഥ ഇങ്ങനെ, അമ്മയും ഇങ്ങനെ.
അപ്പം നമുക്ക് അവനെ ഒരു കൂട്ടിനുള്ളൂ മാമി. ഇപ്പൊ അവൻ തെറ്റിലിങ്ങനെ പെട്ടോണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ തെറ്റൊക്കെ പറയണത്. മാമി ഒന്നും ചെയ്യല്ലേ മാമി. ഞാൻ മാമിയുടെ കാലിൽ തൊട്ട് ഞാൻ മാപ്പ് പറയാം മാമി. ഒന്നും ചെയ്യല്ലേ മാമി, അവനെ ക്ഷമിക്കണം മാമി. അവനെ ഒന്ന് നേരെ ആക്കിയിട്ട് മാമിയുടെ കാലിൽ പിടിച്ച് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം മാമി. അവനെ ഒന്നും ചെയ്യല്ലേ മാമി. നമുക്ക് അവനേ ഉള്ളൂ മാമി. പ്ലീസ് മാമി, മാമിയുടെ മോള് പറയും പോലെ ഒന്ന് കേൾക്കണേ മാമി. ഒന്നാമത് എനിക്ക് എല്ലാം വയ്യാത്തതാണ്. അവനേ ഉള്ളൂ നമുക്കൊരു കൂട്ടിന്. അതുകൊണ്ട് അവനൊരു ദോഷവും വരുത്തല്ലേ മാമി. പ്ലീസ് മാമി, ദൈവം മാമിയെ രക്ഷിക്കും മാമി. ഒന്നും ചെയ്യല്ലേ മാമി. ഇത് അനന്തുവിൻ്റെ സഹോദരിയുടെ ശബ്ദരേഖ. ഇനി അനന്തുവിൻ്റെ അമ്മ ഈ മാമി എന്ന കഥാപാത്രത്തെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്ത് അംഗം ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. പഞ്ചായത്ത് അംഗം വീരവാദം മുഴക്കുന്ന വേറെ കുറച്ച് ഓഡിയോ ക്ലിപ്പുകളുണ്ട്. പഞ്ചായത്ത് അംഗത്തെ ആരോ എന്തോ പറഞ്ഞപ്പോൾ പഞ്ചായത്ത് അംഗം ആളെ വിളിച്ച് അവരെ തല്ലിച്ചതച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് പൊങ്ങച്ചത്തിൻ്റെ രീതിയിൽ. അതൊക്കെ കേട്ടതുകൊണ്ടാകണം അനന്തുവിൻ്റെ അമ്മ കരഞ്ഞു പറയുന്നുണ്ട്, എൻ്റെ മകൾ ഭക്ഷണം കഴിക്കുന്നില്ല, എൻ്റെ മകനെ നിങ്ങൾ ഒന്നും ചെയ്യരുത്, അവനൊരു സാധുവാണ്. വാർത്തകളൊക്കെ ഇങ്ങനെ പലതും വന്നുപോയി, സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, പക്ഷേ അവനെ ജീവിക്കാൻ അനുവദിക്കണം എന്ന ഒരു അമ്മയുടെ കണ്ണീരുമുണ്ട്. ആ വർത്തമാനം കൂടി നിങ്ങൾ കേൾക്കണം. ചേച്ചി എന്ത് പറയാൻ ചേച്ചി, ഓരോരോ പ്രശ്നങ്ങൾ ചേച്ചിയുടെ അടുത്തായതുകൊണ്ട് ഞാൻ പറയണം. ഇപ്പം ആരടുത്തും വേറെ ആരടുത്തും എനിക്ക് ഇതൊന്നും പറയാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്തായതുകൊണ്ടാണ് ഞാൻ പറയണേ. ഇവിടെ കിടന്ന് ഈ പെണ്ണ് കിടന്ന് ഭയങ്കര വിളിയും കരച്ച് നിന്നിട്ട് ചേച്ചി പറഞ്ഞില്ലേ, ആളുകളൊക്കെ ഇവനെ അടിക്കാൻ നിൽക്കുകയാണ്, ശരിക്കും അടി കൊടുക്കും, പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ഇവിടെയുള്ള നാട്ടുകാരെ എന്നൊക്കെ അടി കൊടുക്കും. ഇവിടെ കിടന്നും കൊണ്ട് ഭയങ്കര ബഹളം പെണ്ണ് കിടന്ന് 9 മണി തുടങ്ങിയ കരച്ചിലും ബഹളവുമാണ്. മാമിയെ അന്ന് എന്തിനോ പറഞ്ഞെന്നും പറഞ്ഞ് മാമിക്ക് ഇപ്പം ഭയങ്കര ദേഷ്യമൊന്ന് തോന്നണെന്ന്. മാമി ഇന്നിപ്പോൾ പറഞ്ഞില്ലേ, ചേട്ടൻ എന്തായാലും നാളെ പോലീസ് ഒന്ന് കൊണ്ടുപോകും, നാട്ടുകാരൊക്കെ അടിക്കും. അപ്പം അന്നതുപോലെ എന്നില്ലേ പറഞ്ഞില്ലേ ചേച്ചി, വേറെ ഒരാളിനെ എന്തിനോ ചേച്ചി എന്തിനോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവരെ അടിച്ചു. ഉടനെയാണ് തിരിച്ച് ഇവനെ ചേച്ചി ഇനി വലുതും ആൾ വെച്ച് അടുപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് കരഞ്ഞ് വിളിച്ച് ഇവളന്ന് വോയിസ് ഇട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ മാമി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, മാമി അങ്ങനെ ആരെയൊന്നും ചെയ്യില്ല, മാമി ദേവിയുടെ ഭക്തയാണ്, മാമി അങ്ങനെയൊന്നും ചെയ്യൂല, മാമി സത്യത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഇത് 9 മണി മുതൽ ഇതാ കതവ് അടച്ചിട്ട് ചാവുമെന്നും പറഞ്ഞുകൊണ്ട് കതവ് അടച്ചിട്ടുകൊണ്ടിരുന്നു. ഇവിടെ അച്ഛൻ വിളിച്ച് ഞാൻ വിളിച്ച് എനിക്ക് വരൂല. ഇപ്പം 10:30 മണിയായപ്പോഴാണ് അച്ഛൻ പറഞ്ഞ് എനിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞാണ് കതവ് തുറന്ന് ഇനി വെളിയിൽ വന്നത്. എൻ്റെ ചെറുക്കനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ എല്ലാവരും പേരും എഴുതി വെച്ചിട്ട് ഞാൻ ചത്ത് കളയുമെന്നും പറഞ്ഞുകൊണ്ട് പെണ്ണിവിടെ ഭയങ്കര ബഹളം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ആരും ഒന്നും ചെയ്യൂലടി, മാമി ഇതിനൊന്നും കൂട്ട് നിൽക്കൂല, ചത്ത് കളയും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ മാമി ഒരു ലത മാമി മെമ്പറല്ലേ, മാമി സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതെന്തായാലും എൻ്റെ ചെറുക്കന് ചുമ്മാ ഈ ഓരോരോ പ്രശ്നങ്ങൾ വരുമെന്നും പറഞ്ഞുകൊണ്ട് അതാണ്ട് ഇപ്പോഴും തന്നെ ഇതെന്തെല്ലാം പ്രശ്നങ്ങളായി. ഇതെല്ലാം കേൾക്കാൻ പറ്റാത്തതും കേൾക്കണതും എല്ലാം കേട്ടു. അപ്പം ഇനി ഞാൻ ചത്തുകളയെന്നും പറഞ്ഞ് പെണ്ണിവിടെ കിടന്ന് ഒരേ ബഹളം. അപ്പം ഞാൻ ഒരുവിധം ഒട്ടും വയ്യ, ഇപ്പം ഒരുവിധം ഞാനിതാ സമാധാനിപ്പിച്ച് ഇപ്പം ജയിച്ചതേ ഉള്ളൂ. ഇപ്പം അവൾ കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ചേച്ചിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ ഇനി എന്തോന്ന് ചെയ്യാനായിട്ട് ആരടുത്തും എനിക്ക് പറയാൻ നിവർത്തിയില്ല. ചേച്ചിയുടെ അടുത്താകുമ്പം സ്വാതന്ത്ര്യമായിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. അമ്മ പറഞ്ഞതിൽ നിന്നും കാര്യം വ്യക്തമായല്ലോ. ആരൊക്കെയാണ് അവിടെ അനന്തുവിനും ആൻസിക്കുമെതിരെ അവരെ ജീവിതത്തിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ പെരുമാറുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും ഏകദേശ ധാരണ എൻ്റെ പ്രേക്ഷകർക്ക് ഉണ്ടായി കാണുമല്ലോ. അപ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ അമ്മയെ കൊന്നാലും 2 പക്ഷം പിടിക്കുന്നവരാണ് കേരളത്തിലെ ജനത, മലയാളികളെന്നൊക്കെ പരക്കെ പറയാറുണ്ട്. പക്ഷേ ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത് തീരെ തരംതാണ ഏർപ്പാടാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒരു മർദ്ദനമേറ്റ ഒരു വ്യക്തി അല്ലെങ്കിൽ ആളുകൾ ചുറ്റും കൂടി നിന്ന് തെറി വിളിക്കുമ്പോൾ വായിൽ വരുന്നതൊക്കെ ഒരുപക്ഷെ വിളിച്ച് പറഞ്ഞു പോകാം. സങ്കടത്തിൻ്റെയും അമർഷത്തിൻ്റെയും പേടിയുടെയും ഭാഗമായി ഒരുപാട് വാക്കുകൾ ആണായാലും പെണ്ണായാലും വിളിച്ചു പറയും. അതൊക്കെ നിങ്ങൾ കേട്ടതുമാണ്. അനന്തവും ആൻസിയും പ്രതിരോധത്തിൻ്റെ ഭാഗമായി വിളിച്ചു പറയുന്നതും അവിടെ തല്ലാൻ വന്ന അശോകനും ജെയിംസും മറ്റുള്ള ആളുകളുമൊക്കെ ഇവരെ തല്ലുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു. അത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ 2 പക്ഷം പിടിക്കാം. പക്ഷേ 2 പേരുടെ ജീവൻ എടുക്കണമെന്ന് ശഠിക്കുന്നത് പോലെ നിങ്ങൾ ശഠിച്ചാലോ? അത് ശരിയാണോ എന്ന് ആത്മപരിശോധന നടത്തണം.
അവരെ ജീവിക്കാൻ അനുവദിക്കണം. ഏതായാലും ഈ വാർത്ത കൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുന്നില്ല. അനന്തുവും ആൻസിയും ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ പറയുമല്ലോ. അവർ പറയുന്ന വീഡിയോ കൂടി നിങ്ങളിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഈ വാർത്തയുടെ പുറകെയുള്ള ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുകയുള്ളൂ.